Hi everyone, I am Chandni from Access Language School. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് IELTS റീഡിംഗ് മൊഡ്യൂളിനെ പറ്റിയാണ്. റീഡിംഗ് മൊഡ്യൂൾ എങ്ങനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം, അതിന് വേണ്ടുന്ന കുറച്ച് ടിപ്സാണ്. ഓക്കെ, എന്തൊക്കെയാണ് ആ ടിപ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, IELTS റീഡിംഗ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മെയിൻലി 3 പാസേജാണ്. ഈ 3 പാസേജിൻ്റെ ഫസ്റ്റ് പാസേജ് എടുക്കുക. ഫസ്റ്റ് പാസേജിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് എടുക്കുക. ഈ ഫസ്റ്റ് പാരഗ്രാഫ് ഒരു പ്രാവശ്യം നമ്മളൊന്ന് റീഡ് ചെയ്യുക. റീഡ് ചെയ്ത് കഴിയുമ്പോൾ ആ പാസേജ് എന്താണോ എയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പാസേജിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ നമുക്ക് കിട്ടും. ഈ ഐഡിയ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസാണ് ഫ്ലോ ചാർട്ട് ലേബിളിങ്, ഡയഗ്രാം ലേബിളിങ്, ദെൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്. ദെൻ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ കീവേഡ്. കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് 2 തരം കീവേഡ് ഉണ്ട്. അർത്ഥമുള്ള കീവേഡും അർത്ഥമില്ലാത്ത കീവേഡും. അർത്ഥമുള്ള കീവേഡുകളാണ് നൗണ്, വേർബൊക്കെ. അർത്ഥമില്ലാത്ത കീവേഡിനെ ഗ്രാമർ വേർഡ് എന്ന് നമ്മൾ പറയും. അതൊക്കെയാണ് ഈസ്, ഹാവ് ഒക്കെ. ഈ ഗ്രാമർ കീവേഡ് കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എങ്കിൽ കൂടി ഈ ഗ്രാമർ കീവേഡ് കൂടിയാലേ നമ്മുടെ ഒരു സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി ആക്യുറേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ കീവേഡ് കണ്ടുപിടിക്കുക. ഈ കീവേഡ് യൂസ് ചെയ്ത് നമ്മുടെ പാസേജിൽ ഈ സെയിം കീവേഡ് എവിടെയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുക. ദെൻ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. അത് ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറായിട്ട് വരും. അതാണ് സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്. തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ സിനോണിമസ്. സിനോണിമസ് എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം വരിക, വേർഡ് മീനിങ് ഒരേപോലെ വരിക. അതായത് ഗ്രോയുടെ അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഇൻക്രീസ്. അതുപോലെ ബിഗ് അർത്ഥം വരുന്ന ഒരു വാക്കാണ് ലാർജ്. അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ പാസേജിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ദെൻ ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഈ ടൈം മാനേജ്മെൻറ്റ്. ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം നമുക്ക് ആ പടെ 1 അവറാണ് ഒരു റീഡിംഗ് മൊഡ്യൂളിനുള്ളത്. ഈ 1 മൊഡ്യൂളിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് എത്ര ടൈം എടുക്കും എന്ന് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ തന്നെ ടൈം ഷെഡ്യൂൾ ചെയ്യണം. അതാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നതാണ് കോംപ്ലിക്കേറ്റഡ് ആർട്ടിക്കിൾസ് വായിക്കുക. ഈ കോംപ്ലിക്കേറ്റഡ് ആർട്ടിക്കിൾസ് വായിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ റീഡിംഗ് കേപ്പബിലിറ്റി കൂട്ടാൻ പറ്റും. ഈ പറഞ്ഞതാണ് നമ്മുടെ റീഡിംഗ് എബിലിറ്റി കൂട്ടാൻ വേണ്ടുന്ന കുറേ പോയിൻറ്റ്സ്. ഈ ടിപ്പുകളൊക്കെ ഫോളോ ചെയ്തതിലൂടെ നിങ്ങളുടെ റീഡിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ റീഡിംഗ് എബിലിറ്റി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഇൻഫോർമേറ്റീവ് ടു യു. ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് അവർ ആക്സസ് ലാംഗ്വേജ് സ്കൂൾ.